ഹലോ. ഈ കറ്റാർ വാഴയുടെ ലീഫ് നമ്മൾ ജെല്ലിന് വേണ്ടി ഉപയോഗിക്കില്ലേ? അപ്പോൾ ഉണ്ടല്ലോ, ഇത് ഏറ്റവും താഴത്തെ ലീഫ് എടുക്കാനായിട്ട് മെയിനായിട്ട് ശ്രദ്ധിക്കുക. ഇതിൻ്റെ ഏറ്റവും താഴത്തെ ലീഫ് നമ്മൾ കട്ട് ചെയ്തെടുക്കരുത്, അടർത്തിയെടുക്കുക. അങ്ങനെ വേണ്ടി ഇതെടുക്കാനായിട്ട്. എന്നിട്ടുണ്ടല്ലോ, ഒരു 10-15 മിനിറ്റ് നേരത്തേക്ക് നമ്മളിത് മാറ്റി വെക്കണം. അതെന്തിനാണെന്നറിയോ? ഈ കറ്റാർ വാഴയുടെ ഇല മുറിക്കുമ്പോൾ ജെല്ലിനും പുറന്തൊലിക്കും ഇടയിലായിട്ട് ഒരു മഞ്ഞ ദ്രാവകം കാണപ്പെടും. അതിനെ അലോലാറ്റക്സ് എന്നാണ് പറയുന്നത്. ഇതിലെ പ്രധാന സംയുക്തം അലോയിനാണ്. ഇതിന് ജെല്ലിൻ്റെ ഗുണങ്ങളല്ല ഉള്ളത്. അതുകൊണ്ട് തന്നെ ചില ആളുകളിൽ ഇതിന് അലർജി ഉണ്ടാക്കാൻ ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ അലോ ലാറ്റക്സ് ഒരു 10-15 മിനിറ്റ് നേരം വെച്ചിട്ട് ഇത് പൂർണ്ണമായിട്ടും പോയതിന് ശേഷം ആ ഭാഗം കട്ട് ചെയ്തിട്ട് നിങ്ങളിത് നല്ല വെള്ളത്തിൽ ഇങ്ങനെ വാഷ് ചെയ്തെടുക്കുക. കാരണം ആ കറ കംപ്ലീറ്റ് പോയിട്ട് നല്ല ക്ലീൻ ആയിട്ട് എടുക്കണം. അതിനുശേഷം നിങ്ങൾക്കിത് ധൈര്യമായിട്ട് ഉപയോഗിക്കാം. അങ്ങനെ വേണം കറ്റാർ വാഴയുടെ ജെല്ല് യൂസ് ചെയ്യാനായിട്ട്. ആ ലീഫ് ഇനി എടുക്കുമ്പോൾ അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്ന് നോട്ട് ചെയ്തിട്ട് അതേപോലെ ഒന്ന് ചെയ്ത് നോക്കൂ.